എന്താ അമ്മ? എന്തിനാ വിളിച്ചേ? എന്താ ബ്രോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്കിരുന്ന് സംസാരിക്കാനേ. വിനീതേ, ഞാൻ സംസാരിച്ചോളാം. എന്താ അമ്മ? എന്താ ഉണ്ടായേ? എവിടെയായിരുന്നു? അമ്മേ, നിവിന് മുന്നിൽ വെച്ച് കാവേരി വഴക്ക് പറയല്ലേ. എവിടെയായിരുന്നെന്ന്? അമ്മേ പ്ലീസ്. ഞാൻ തോട്ടത്തിന്റെ കാര്യത്തിന്റെ പരാതി കൊടുക്കാൻ പോയത്. തോട്ടായാലും കൊള്ളാം, തോപ്പായാലും കൊള്ളാം. മേല് ഇവനെ കാണാനോ സംസാരിക്കാനോ പാടില്ല നീ. നിവിന്റെ അമ്മ വന്നിരുന്നു ഇവിടെ. അവരെന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? വലിയ വീട്ടിലെ ആമ്പിള്ളേരെ പിടിക്കാൻ ഞാൻ പെമ്മക്കളെ അഴിച്ചു വിട്ടിരിക്കാന്ന്. അതിനുവേണ്ടി നീയും ഇവനും കൂടെ മനഃപൂർവ്വം ചങ്ങാത്തം ഉണ്ടാക്കിയതാന്ന്. ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? നിവിന്റെ അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? എന്തിനാടി അവരെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ പോകുന്നത്? മോനെ, നീ വിനീതിന്റെ കൂട്ടുകാരനായതുകൊണ്ട് മാത്ര ഈ വീട്ടിൽ കയറാനും ഇവിടെ എല്ലാവരോടും ഇടപഴകാനും ഒക്കെ അനുവദിച്ചത്. ഞങ്ങളുടെ മനസ്സിൽ വേറെ ഒരു ചിന്തയുണ്ടായിരുന്നില്ല. അരവിന്ദേട്ടൻ മരിക്കുന്നതിന് മുമ്പും അതിനുശേഷവും നീ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നും മറന്നിട്ടല്ല. ദയവ് ചെയ്ത് നീ ഇനി ഈ വീടിന്റെ പടി കയറരുത്. ഇവളെ കാണാനോ സംസാരിക്കാനോ പാടില്ല. ആന്റി, ഞാൻ അത്... ശരി മോനെ, പറഞ്ഞതിലൊന്നും ഒരു മാറ്റവും ഇല്ല. മോൻ ചെല്ല്. എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കട്ടെ. ഇവനെ നീ വാ. രാജേശ്വരി എന്തിനാ അമ്മ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? അമ്മ എന്തിനാ അവരുടെ അഴിഞ്ഞാട്ടം ഇവിടെ അനുവദിച്ചു കൊടുത്തത്? നമ്മുടെ ഭാഗത്തും കുറച്ച് ന്യായം ഉണ്ടാവേണ്ടേടി. നീയും നിവിനും കെട്ടിപ്പിടിച്ചോണ്ട് റോഡിൽ നിൽക്കുന്ന വീഡിയോ കാട്ടി അവര് സംസാരിക്കുമ്പോഴേ നമ്മൾ എന്ത് പറയാനാ? അമ്മ, ഞാൻ പറയുന്ന ഇനിയിപ്പോ ഒന്നും പറയണ്ട. ഇനി ആ പയ്യനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതായി ഞാൻ അറിഞ്ഞ പണത്തിന് അല്പം കുറവുണ്ട്. എന്നാലും ആ അമ്മയും മക്കളും അന്തസ്സായിട്ടാണ് ജീവിക്കണെന്ന് 4 ആള് പറയണം മോളെ. ഇല്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അമ്മ, ഞാൻ പറയുന്നത് ആ സ്ത്രീ ഉദ്ദേശിക്കുന്ന ഒരർത്ഥത്തിൽ ഞാൻ ഈ നിമിഷം വരെ ഇവനെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. പ്രസവിച്ച് വളർത്തിയ അമ്മ ഇത്രയെങ്കിലും എന്നെ വിശ്വസിക്കണം.